കോഴിക്കോട്ടെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി ഈ മാസം 27ലേക്ക് മാറ്റി. വിശദമായ വാദം കേൾക്കാനാണ് കോഴിക്കോട് ജില്ലാ കോടതി അപേക്ഷ മാറ്റിയത്. ഇന്നലെ വടകര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയും ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പറയും. രോഹിണി, കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതിയായിട്ടുള്ള ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ ആണ് ഈ കോടതി ഈ മാസം 27ലേക്ക് മാറ്റിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് ജിതിൻ ഭാസ്കർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. കോടതിയാണ് ഈ വിശദമായ വാദം കേട്ടതിന് ശേഷം ജാമ്യം നൽകാം എന്നതിലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഈ ജാമ്യ ഹർജി 27ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ അപേക്ഷ വടകര ജില്ലാ കോടതി തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് കോഴിക്കോട് കോടതിയെ ജിതിൻ ഭാസ്കർ സമീപിച്ചിട്ടുള്ളത്. മാത്രമല്ല, വലിയ രീതിയിൽ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഒക്കെ ജിതിൻ ഭാസ്കറിന് ജാമ്യം നൽകരുത് എന്നുകൂടി കോടതിയിൽ വാദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണ് ഇതെന്നാണ്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ജിതിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് വടകര കോടതി പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജിതിൻ വീണ്ടും മേൽക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇനി മുന്നോട്ട് ജിതിൻ ഭാസ്കർ മാത്രമല്ല, മറ്റു പ്രതികൾ കൂടി കേസിലുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ജിതിൻ ഭാസ്കറിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അത് പുറത്തു വന്നതിന് ശേഷം മാത്രമേ കൃത്യമായി മറ്റാർക്കാണ് ഇതിൽ പങ്കുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ എന്നുകൂടി അന്വേഷണ സംഘം പറയുന്നുണ്ട്. അതുകൊണ്ട് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി തന്നെ അന്വേഷണ സംഘം എതിർത്തിട്ടുണ്ട്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.